ആണ് അവരുടെ പരമോന്നതാവ് അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ മഷ്ഹദിൽ, ഇറാനിലെ മഷ്ഹദിൽ നടക്കുന്നത്. ഇന്നാണ് നടക്കുക. മകനും ഇപ്പോഴത്തെ പരമോന്നത നേതാവുമായ മൊജ്തബ ഖമേനിയെ പൊതുവേദികളിൽ നിന്ന് ഒഴിവാക്കി അദ്ദേഹം ഒളിവിൽ തുടരുകയാണ്. മഷ്ഹദിലെ സംസ്കാര ചടങ്ങിലും മൊജ്തബ പങ്കെടുക്കില്ല എന്ന് തന്നെയാണ് സൂചന. കാരണം ഇപ്പോൾ ആക്രമണം കടുപ്പിക്കുന്ന പശ്ചാത്തലം അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ട്. ഫെബ്രുവരി 28 ആക്രമണത്തിൽ മൊജ്തബയ്ക്കും സാരമായി പരിക്കേറ്റ പശ്ചാത്തലമുണ്ടായിരുന്നു. മൊജ്തബ ഇപ്പോൾ എവിടെയാണ് എന്നത് സംബന്ധിച്ച് ആർക്കും ഒരറിവുമില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ അജയ്. ഈ ശവപേടകവുമായി ഇറാഖിലെ ഷിയ പുണ്യനഗരത്തിലൊക്കെ പല സ്ഥലങ്ങളിലും ഇത്തരം വിലാപയാത്രയൊക്കെ നടക്കുമ്പോൾ മൊജ്തബയെക്കുറിച്ച് ഒരു ധാരണയുമില്ല. ജീവനോടെ ഉണ്ടോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. പലപ്പോഴും മൊജ്തബയുടെ സൈനിക വക്താവാണ് പ്രതികരിക്കുകയും സംസാരിക്കുകയും മറ്റും ചെയ്യുന്നത്. മൊജ്തബ എന്തായാലും പങ്കെടുക്കില്ലല്ലോ. തീർച്ചയായിട്ടും ഇത് പങ്കെടുക്കാൻ ആദ്യം തന്നെ സാധ്യത കുറവായിരുന്നു. ഇസ്രയേലിന്റെ ഒരു നിരന്തര ഭീഷണി ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിലുള്ള ചടങ്ങുകളിലൊന്നും തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. വിദേശ നേതാക്കൾ എല്ലാവരും ഇറാനിലെത്തിയപ്പോൾ അവരെ അഭിസംബോധന ചെയ്യാൻ മുജ്തബ ഖമനയി മാത്രമില്ലായിരുന്നു. മറ്റെല്ലാ പ്രമുഖ നേതാക്കളും വേദിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചി, അതുപോലെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിബാഫ്, ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ എല്ലാവരും വേദിയിലുണ്ടായിരുന്നിട്ടും മുജ്തബ ഖമനയി മാത്രം ഇല്ലായിരുന്നു. ഇപ്പോ കൊല്ലപ്പെട്ടിട്ടുള്ളതിൽ അദ്ദേഹത്തിന്റെ പിതാവ് മാത്രമല്ല ഉള്ളത്. ഇന്ന് അടക്കം ചെയ്യുന്നതിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മൃതദേഹമുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ 14 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ മൃതദേഹമുണ്ട്. മൂത്ത സഹോദരിയുടെ മൃതദേഹമുണ്ട്. അവരുടെ ഭർത്താവിന്റെ മൃതദേഹം. അപ്പോ ഇത്രയും പേരുടെ അടക്കം ഒന്നിച്ച് നടക്കുമ്പോഴും മുജ്തബ ഖമനയി വേദിയിൽ എത്തുന്നില്ല എന്നുള്ളത് പലരും ശ്രദ്ധയോടെ നോക്കിക്കണ്ട കാര്യമാണ്. പക്ഷേ ഇപ്പോൾ US ആക്രമണം കടുപ്പിച്ച ഘട്ടത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നതിനുള്ള 1% സാധ്യത പോലും ഇപ്പോൾ മങ്ങിയിരിക്കുകയാണ്. ഈ ഒരു അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇറാന്റെ എത്ര നേതാക്കൾ ഈ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് നേരിട്ടെത്തുമെന്നുള്ളത് വ്യക്തമല്ല. കൂടുതൽ നേതാക്കൾ അവിടെ നിന്ന് പിൻവലിയാനുള്ള സാധ്യത പോലും നിലവിലുള്ള ഘട്ടത്തിൽ കാണുന്നുണ്ട്. അപ്പോ ആ ഒരു സമയത്ത് മുജ്തബ പങ്കെടുക്കാനുള്ള സാധ്യത അത് വളരെയധികം വിദൂരം തന്നെയാണ്. തീർച്ചയായും അതാണ് സാഹചര്യം. അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു വാർത്ത നമുക്കറിയാം, നാറ്റോ സഖ്യത്തിൽ ഇപ്പോൾ ഒരു വിള്ളൽ ഉണ്ടായിട്ടുണ്ട്. അമേരിക്ക പൂർണ്ണമായും നാറ്റോ സഖ്യവുമായി ഒരു അകൽച്ച നടത്തുന്ന പശ്ചാത്തലമാണ്. ഇതിനിടയിലാണ് റഷ്യൻ അധിനിവേശവും പുടിന്റെ ഭീഷണിയുമൊക്കെ ബ്രിട്ടനും നാറ്റോ രാജ്യങ്ങൾക്കുമൊക്കെ എതിരെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അവർ ഒറ്റയ്ക്ക് നാറ്റോ രാജ്യങ്ങൾ ഒരുമിച്ച് ബ്രിട്ടനുമായി ചേർന്നുകൊണ്ട് ഇപ്പോൾ പുതിയ ചില പ്രതിരോധ സംവിധാനങ്ങൾ ഏർപ്പെടുത്താനുള്ള നീക്കത്തിലാണ്. റഷ്യൻ തലസ്ഥാനമായ മോസ്കോ വരെ കൃത്യമായി ലക്ഷ്യം വെച്ച് ആക്രമിക്കാൻ ശേഷിയുള്ള അത്യുഗ്രൻ ഡീപ് സ്ട്രൈക്ക് ദീർഘദൂര മിസൈലുകൾ വികസിപ്പിച്ചെടുക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ബ്രിട്ടൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതാണ്ട് 4 ലക്ഷം കോടിയിലധികം രൂപ വില വരുന്ന കൂറ്റൻ സൈനിക പദ്ധതിക്ക് ബ്രിട്ടൻ തുടക്കമിട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ട്രംപ് ഭരണകൂടം നൽകുന്ന സൈനിക പിന്തുണയിൽ വലിയ അനിശ്ചിതത്വമുണ്ട്. നമുക്കറിയാം, US-ന്റെ പിന്തുണയിലാണ് നാറ്റോ സഖ്യവുമൊക്കെ നിന്നിരുന്നത്. ഇപ്പോൾ ഫണ്ടടക്കം വെട്ടിക്കുറയ്ക്കുമെന്നുള്ള ട്രംപിന്റെ ഭീഷണിയുമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് സ്വന്തം നിലയിൽ പ്രതിരോധം ശക്തമാക്കാൻ ബ്രിട്ടൻ തീരുമാനിച്ചിരിക്കുന്നത്. നാറ്റോ ഉച്ചകോടിയിലാണ് പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇതിലേക്ക് വന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഡെൻമാർക്ക്, ഫ്രാൻസ്, ഇറ്റലി, നോർവേ, തുർക്കി എന്നീ 5 നാറ്റോ സഖ്യരാജ്യങ്ങളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്തരമൊരു പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ അല്പദിവസത്തിനകം പങ്കുവെക്കും എന്ന് ബ്രിട്ടൻ അറിയിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ഏതായാലും അമേരിക്കൻ ആശ്രയത്വം കുറച്ചുകൊണ്ട് യൂറോപ്പിൻ്റേത് മാത്രമായിട്ടുള്ള ഒരു പ്രത്യേക സംവിധാനം ഒരുക്കുക, പ്രതിരോധ സംവിധാനം ഒരുക്കുക എന്ന ലക്ഷ്യം ബ്രിട്ടനും മറ്റ് നാറ്റോ സഖ്യരാജ്യങ്ങൾക്കുമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും വലിയ സൗഹൃദമുള്ള 2 സുഹൃത്തുക്കളായിരുന്നു. അടുത്തിടെ ഇവർ തമ്മിൽ പ്രശ്നമായി ഉടക്കി. തുടർച്ചയായി മെലോണിയെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള വാചകങ്ങൾ ട്രംപിൻ്റെ ഭാഗത്തുണ്ടായതൊക്കെ ലോകമാധ്യമങ്ങൾ ശ്രദ്ധയോടുകൂടിയാണ് റിപ്പോർട്ട് ചെയ്തത്. അത് ഒരുപാട് സംഭവങ്ങൾ പിന്നീട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മെലോണിയെ കളിയാക്കുന്ന തരത്തിലൊക്കെയുള്ള വർത്തമാനങ്ങൾ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന പശ്ചാത്തലമൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ മെലോണി, അതായത് ട്രംപ് പറയുന്നത് മെലോണി തനിക്കൊപ്പം ഫോട്ടോ എടുക്കാനും മറ്റും ഇഷ്ടപ്പെടുന്ന ആളാണ്, പക്ഷെ താൻ അതിന് താല്പര്യപ്പെടുന്നില്ല. മെലോണി തന്നോട് അടുക്കാൻ ശ്രമിക്കുന്നു. അതിനെ അകറ്റി നിർത്തേണ്ട സാഹചര്യമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് വല്ലാതെ നാണം പെടുത്തിയത് മെലോണി അതിനുള്ള
പ്രതികരിക്കുകയും മറ്റും ചെയ്തു. തനിക്ക് അങ്ങനത്തെ താല്പര്യങ്ങളൊന്നുമുള്ള ആളല്ല, അത്തരം ആശ്രയത്വമുള്ള ഒരാളല്ല താനും തൻ്റെ രാജ്യവും എന്ന് പറയുകയും മറ്റും ചെയ്തു. ഇത്തവണ നാറ്റോ ഉച്ചകോടിയിൽ ഇരുവരും ഒരുമിച്ചാണ് പങ്കെടുത്തത്. പക്ഷേ മെലോണിയെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ നേരെ നടന്നു പോകുന്ന ട്രംപിൻ്റെ ദൃശ്യങ്ങൾ വൈറലായി. തുർക്കിയിലെ അങ്കാറയിൽ വെച്ചാണ് നാറ്റോ നേതാക്കളുടെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുന്ന ചടങ്ങിലാണ് ഇരുവരും പരസ്പരം കണ്ടില്ല എന്ന ഭാവം നടിച്ചത്. ഒരു കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്ന ഇരുവരും തമ്മിലുള്ള ഈ അകൽച്ച ക്യാമറകളിലൊക്കെ വ്യക്തമായി പതിയുകയും മറ്റും ചെയ്തു. മെലോണി ട്രംപിനെ നോക്കിയില്ല, ട്രംപ് മെലോണിയെ മൈൻഡ് ചെയ്യാതെ നടന്നു പോകുന്ന ദൃശ്യങ്ങളൊക്കെ മാധ്യമങ്ങൾക്ക് കൗതുകകരമായ വലിയ ചർച്ചയായി. ഏതായാലും തനിക്കൊപ്പം ഫോട്ടോ എടുക്കാൻ കെഞ്ചി എന്നൊക്കെയുള്ള ട്രംപിൻ്റെ വാക്കുകൾ ചെറുതായൊന്നുമല്ല മെലോണിയെ നോവിച്ചത്. അതുകൊണ്ട് തന്നെ ട്രംപിനോട് ഈ പിണക്കം ഒപ്പം അകൽച്ച തുടരും എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്. അദ്ദേഹത്തിൻ്റെ സന്ദർശനം, ലോകരാജ്യങ്ങളിലെ സന്ദർശനം തുടരുകയാണ്. ഓസ്ട്രേലിയയിൽ വമ്പൻ സ്വീകരണം ഒരുക്കിയാണ് മോദിയെ സ്വീകരിച്ചത്. പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി ഇന്ന് ചർച്ചയുണ്ടാകും. ഓസ്ട്രേലിയയുമായി വ്യാപാര, പ്രതിരോധ, സാമ്പത്തിക സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ ലക്ഷ്യം വെക്കുന്നുണ്ട്. നരേന്ദ്രമോദിക്ക് ഓസ്ട്രേലിയയിൽ ഇന്ത്യൻ സമൂഹവും അടക്കം വൻ സ്വീകരണം ഒരുക്കി എന്നുള്ള പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട്. പ്രധാനമന്ത്രിയുമായുള്ള ചർച്ചകൾ ഇന്ന് വൈകുന്നേരമാണ് നടക്കുക. ഒപ്പം സംയുക്തമായി വ്യവസായികളുടെ യോഗത്തിൽ, പ്രവാസികളുടെ സമ്മേളനത്തിലും മോദി സംസാരിക്കുന്നുണ്ട്. ഇന്തോനേഷ്യയിലെ ചരിത്രപരമായ സന്ദർശനം പൂർത്തിയാക്കിയാണ് മോദി ഓസ്ട്രേലിയയിൽ എത്തിയത്. ഇന്നലെ മെൽബണിലെ ഹോട്ടലിൽ ഇന്ത്യൻ സമൂഹമാണ് മോദിയെ വലിയ തോതിൽ വരവേൽക്കുകയും മറ്റും ചെയ്തത്. ഇന്ന് പ്രവാസികളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനം കൂടിയുണ്ട്. അവിടെയും മോദി സംസാരിക്കും എന്നാണ് വിവരം.